الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാത്തുസൂക്ഷിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കണം. ആദ്യമായി എന്നെ നിങ്ങളോട് മുട്ടുകയാണ് വിഷയത്തിൽ ചെയ്യുക. അള്ളാഹു അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഉത്തമങ്ങൾ ഉൾപ്പെടുത്തുമാറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അഅ്മാലുൽ ഖുലൂബിന്റെ മറ്റൊരു അമല്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദന്നിനെ കുറിച്ചായിരുന്നു ഖുതുബയിൽ കേട്ടത്. അഅ്മാലുൽ ഖുലൂബ് അഥവാ മനസ്സിന്റെ ഹൃദയങ്ങളുടെ അമലുകൾ. സാധാരണ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളെക്കാൾ പ്രധാനപ്പെട്ടതാണ് മനസ്സിന്റെ അമലുകൾ. ഈമാനും തഖ്വയും അള്ളാഹുവിനുള്ള മഹബത്തും ഇഖ്ലാസും ഖശിയത്തും ഭയഭക്തി ഇതൊക്കെ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഇഖ്ലാസും പറഞ്ഞ അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടി എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ അഅ്മാലുൽ ഖുലൂബ് മനസ്സിന്റെ അമലുകളെ കാണുന്നത്. അതില്ലാതെ അവയവങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. എന്നാൽ മനസ്സിലെല്ലാം ഉണ്ട്, അവയവം കൊണ്ട് ഞാൻ അമല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അവനും സ്വീകാര്യമല്ല, അവന്റെ ആ വാദവും സ്വീകാര്യമല്ല. കാരണം അൽ ഈമാൻ എന്താണ്? മനസ്സിൽ ഉറച്ചതും അത് അമലിലൂടെ സത്യപ്പെടുത്തിയതുമാണ്. ഖൗലുൻ വ അമൽ, ഖൗലുൻ ബിൽ ലിസാൻ വ അമലുൻ ബിൽ അർക്കാൻ. മനസ്സിൽ ഉറച്ച തഖ്വീറുൻ ബിൽ ഖൽബി ഖൗലുൻ ബിൽ ലിസാനി വ അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. മനസ്സിൽ ഉറച്ചതും നാവുകൊണ്ട് പറഞ്ഞതും അവയവങ്ങൾ അമലുകൊണ്ട് സത്യപ്പെടുത്തുന്നതാണ്. നേരെ കുറച്ച് ചില പേച്ച വിഭാഗക്കാർ പറയുന്നുണ്ട്, മുർജിയാക്കളെ പോലെയൊക്കെ മനസ്സിലെ ഈമാൻ മാത്രം മതി, അമലിന്റെ ആവശ്യമില്ല. എന്നാൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം മനസ്സിലെ ഈമാന്റെ കൂടെ തന്നെ എന്ത് വേണം? അവയവങ്ങളുടെ അമലും വേണം. പക്ഷെ മനസ്സിന്റെ അമലില്ലാതെ അവയവങ്ങളുടെ അമലുണ്ടായാൽ ലാഹിറായിട്ട് ബാഹ്യമായിട്ട് അവൻ പരിപൂർണ്ണ മുസ്ലിമാണ് മുഅ്മിനാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലൊന്നും ഉണ്ടാവില്ല. ഈ അഅ്മാലുൽ ഖുലൂബ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുതുബയുടെ തുടക്കത്തിൽ തന്നെ ഖതീബ് അവർകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു പ്രാധാന്യം ഈ ഉമ്മത്തിൽ പ്രഥമ പുരുഷനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ പ്രഥമ പുരുഷനായ ഈ ഉമ്മത്തിന്റെ മുഴുവൻ ഈമാനും ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ കൂടുതൽ കനം തൂങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സഹാബി, അദ്ദേഹത്തിന്റെ ആ ഉന്നത സ്ഥാനത്തെ കുറിച്ച് പറയുന്നത് മാ സബഖഹും അബൂബക്കർ ബികസ്റത്തി സ്വലാത്തിൻ വലാ സിയാമിൻ. കൂടുതൽ നമസ്കാരം കൊണ്ടോ കൂടുതൽ നോമ്പ് കൊണ്ടോ ഒന്നുമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ഒന്നാമനായി മാറിയത്. വലാകിൻ ശൈഉൻ വഖറ ഫീ ഖൽബിഹി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച എന്തോ ഒരു കാര്യമാണ്. അപ്പൊ മനസ്സിൽ ഉറച്ച പല കാര്യങ്ങളും ഒരു പക്ഷേ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഒരേ സ്വത്തിൽ നിന്ന് നമസ്കരിക്കുന്ന, ഒരേ ഇമാമിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന, തോളോട് തോള് ചേർന്ന് നമസ്കരിക്കുന്ന രണ്ടാളെ നമസ്കാരം തമ്മിൽ ആകാശവും ഭൂമി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മനസ്സിലെ ആ അമലുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം ദാരുൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഇമാം മാലിക്കിന് അദ്ദേഹത്തിന്റെ ആ ഈമാനും അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യവും
വിഷയങ്ങളിലുള്ള സൂക്ഷ്മതയൊക്കെ പറയുന്ന കൂടുതൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കൂടുതൽ കർമ്മങ്ങളെക്കാൾ സിർറുൻ ബൈനഹു വ ബൈനല്ലാഹ്, അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെ ഇടയിലുള്ള ഒരു സിറാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോ അത്തരം അസ്റാറുകൾ, അത്തരം അമാലുൽ ഖുലൂബ്, ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞത് അൽ യഖീൻ. അൽ യഖീൻ, മനസ്സിലെ ദൃഢവിശ്വാസം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, കാനൂ ബി ആയാതിനാ യുഖിനൂൻ ഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ യഖീനുള്ളവരായിരുന്നു, ദൃഢവിശ്വാസമുള്ളവരായിരുന്നു, പരലോകത്തെ കുറിച്ച് ദൃഢവിശ്വാസമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഈ യഖീനെ കുറിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എത്രത്തോളം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വിഷയം ഖതീബുകൾ പറഞ്ഞു. അൽ യഖീനു മിനൽ ഈമാൻ ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. ഈമാനും യഖീനും തമ്മിലുള്ള ബന്ധം ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ആത്മാവില്ലാത്ത ശരീരത്തിന് പ്രസക്തി ഇല്ലാത്തതുപോലെ തന്നെ യഖീനില്ലാത്ത ഈമാൻ എന്തില്ല, പ്രസക്തിയില്ല. അവൻ മുഅ്മിനാണ്, മുസ്ലിമാണെന്നൊക്കെ പറയുമെങ്കിലും മനസ്സിൽ യഖീനില്ല എങ്കിൽ ആ ഈമാൻ കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, എന്താണ്? ക്ഷമ ഈമാന്റെ പകുതിയാണ്. വൽ യഖീനു ഹുവൽ ഈമാനു കുല്ലു, യഖീനാണ് ഈമാൻ മുഴുവനും എന്ന് അദ്ദേഹം പറഞ്ഞതും ഇന്ന് ഖുത്ബയിൽ നാം ശ്രമിച്ചു. അപ്പൊ ഈ ഈമാനിൽ ഉറച്ച വിശ്വാസമില്ല എങ്കിൽ, ഉറച്ച യഖീൻ, ദൃഢവിശ്വാസം മനസ്സിലില്ല എങ്കിൽ നമ്മുടെ ഈമാൻ കൊണ്ട് കാര്യമില്ല. ഈ യഖീന് തന്നെയാണ് ഈമാനിലുള്ള ഏറ്റക്കുറച്ചിലും പ്രകടമാകുന്നത്. എല്ലാവർക്കും ഒരേമാതിരത്തെ ഈമാനാവില്ല. എങ്ങനെയാണ് എല്ലാവരും ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിക്കുന്നു, എല്ലാവരും ഇസ്ലാം 5 അർക്കാനുകളിൽ വിശ്വസിക്കുന്നു, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എല്ലാവരും റസൂലിൽ വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഈമാനുള്ള വ്യത്യാസം? അതാണ് യഖീനിൽ സംഭവിച്ച വ്യത്യാസം. ചൊല്ലിപ്പഠിക്കുന്നിടത്തും പറയുന്നിടത്തുള്ള വ്യത്യാസമല്ല, മനസ്സിന്റെ ഉള്ളിലെ യഖീനിൽ സംഭവിക്കുന്ന വ്യത്യാസം കൊണ്ടാണ് പരീക്ഷണ ഘട്ടങ്ങൾ ചിലർ ഉറച്ചു നിൽക്കും, ചിലർ പതറിപ്പോവും. ചിലർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് സംശയങ്ങൾ പിടിപെടും. ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ദുനിയാവിലെ രോഗങ്ങൾ, ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മെ ശാശ്വതമായ ഹലാക്കിലെത്തിക്കൂല. ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഒന്നുകിൽ നമുക്ക് വേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെടും. മാക്സിമം വന്ന് നമ്മൾ മരണപ്പെട്ടു പോകും. മരണം ഒരിക്കലും ഒന്നല്ല, ശാശ്വതമായ ഹലാക്കല്ല. അത് ശരീരത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം മാത്രമാണ്. പക്ഷെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മെ എവിടെ എത്തിക്കും? അത് ചികിത്സിച്ചില്ല എങ്കിൽ ശാശ്വതമായ ഹലാക്കിലെത്തിക്കും. അത് 2 പ്രധാന രോഗങ്ങളാണ്. ഒന്ന് മറദു ശുബുഹാത്ത്, മറ്റൊന്ന് മറദു ഷഹവാത്ത്. ഒന്ന് ശുബുഹാത്തുകളുടെ രോഗം, അല്ലെ? ഈമാനിൽ സംശയം തോന്നുക, അള്ളാഹുവിനെ കുറിച്ച് സംശയം തോന്നുക, ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് സംശയം തോന്നുക. അതുപോലെ തന്നെ മറദു ഷഹവാത്ത്. ഷഹവാത്ത് എന്താണ്? ദേഹേച്ഛകൾ, അല്ലെ? ഹറാമ് ചെയ്യാൻ എപ്പോഴും ആഗ്രഹം, ഹറാമിലേക്ക് നോക്കാൻ ആഗ്രഹം, ഹറാമ് കേൾക്കാൻ ആഗ്രഹം. പിന്നെന്താണ്? വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണേ, അല്ലെ? മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണം. മുത്തഖീങ്ങൾ തന്നെ ഏറ്റവും ഉയർന്ന തെക്കുള്ള ആളുകളാണ് മുത്തഖീങ്ങൾക്ക് മാതൃകയാകുക. ഈ അൽ ഇമാമത്തു ഫിദ്ദീൻ, ദീനിൽ ഇമാമത്ത് പറഞ്ഞാൽ പള്ളിയിൽ ഇമാമത്ത് എന്നല്ല, അല്ലെ? അൽ ഇമാമത്തു ഫിദ്ദീൻ, അത് വളരെ വലിയ വിഷയമാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. പള്ളിയിൽ ഇമാമത്താണോ, അല്ലെങ്കിൽ ഒരു സംഘടനന്റെ നേതാവാകാനോ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകുന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. അത്തരം സ്ഥാനങ്ങള് വളരെ അത്യാവശ്യ ഘട്ടങ്ങളല്ലാതെ നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. പക്ഷെ ഇത് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അൽ ഇമാമത്തു ബിദ്ദീൻ, ദീനിലെ നേതൃത്വം, ദീനിലെ മാതൃക. അതിനെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താണ്? 2 കാര്യങ്ങൾ കൊണ്ടാണ് ആ ഇമാമത്ത് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? അസ്സബ്ർ വൽ യഖീൻ.
അസ്സബ്റു വൽ യഖീൻ. ക്ഷമയും യഖീനും, ക്ഷമയും ദൃഢവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ദീനിലെ ഇമാമത്ത് ഉണ്ടാവുള്ളൂ. അതിന് അദ്ദേഹം ഉദ്ധരിച്ച ആയത്ത് വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. ഏത് സൂറത്താണ്? സജ്ദയിൽ അല്ലേ? വെള്ളിയാഴ്ച ഒന്ന് സജ്ദയിൽ വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഇമാമുകളാക്കി നാം അവരെ. എന്തുകൊണ്ടാണ് അവരെ ഇമാമുകളാക്കിയത്? ലമ്മ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. സബറും യഖീനും അല്ലെ, ക്ഷമയും ദൃഢവിശ്വാസവും, അവിടെ അതന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ യഖീന് നമുക്ക് ലഭിക്കാൻ നാം വളരെയധികം ആദ്യം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ ഒരു തോട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എവിടെയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ആ വഴിയിലൂടെ അങ്ങനെ ചെന്നു. അപ്പൊ ആ തോട്ടം നമുക്കറിയാം, ഈ മദീനത്തെ തോട്ടങ്ങളൊക്കെ തന്നെ ചുറ്റുമതിലുണ്ടാവും, വാതിലുണ്ടാവും അല്ലെ. ആ വാതിലുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഈ ചെറിയ ഇഴജന്തുക്കളൊക്കെ കയറുന്നത് പോലെ ഞാൻ പ്രവേശിച്ചു എന്ന്. വെള്ളം ഒഴുകി പോകുന്ന ആ ദ്വാരത്തിലൂടെ ഞാൻ പ്രവേശിച്ചു ആ തോട്ടത്തിലെത്താൻ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം തോട്ടത്തിലേക്ക് കയറി. അവന് വിശ്വാസം മാലൊക്കെ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്തിനാണ് വേണ്ടി വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹസീതു അലൈക്, അല്ലെങ്കിൽ ഹസീന അലൈക്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടി തോന്നി. കാരണം ആളൊഴിഞ്ഞ് തോട്ടത്തേക്ക് വന്ന് കുറെ നേരത്തിന് കാണാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഈ മതിലിന്റെ അപ്പുറത്ത് കാണുന്ന ആളോട് ഈ മതിലിന്റെ അപ്പുറത്ത് ആദ്യം കാണുന്ന ആളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ദഖലൽ ജന്ന. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ, മുസ്തൈഖിനൻ ബിഹാ, അത് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു അല്ലാതെ ആരാധനയില്ല, ആരാധനയുടെ ഒരംശവും അള്ളാഹു അല്ലാതെ അർഹതപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അത് മനസ്സിൽ ഉറപ്പിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്നാണ് വരുന്നതിന് തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചെരുപ്പുകൾ കൊടുത്തു അല്ലെ, ഹുദിൻ അലൈൻ. കാരണം പറയാൻ പോകുന്നത് വലിയ വിഷയമാണ്. ഈ ചെന്ന് പറയുമ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചെരുപ്പുകൾ കൊടുത്തു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ചെരുപ്പുകളും പിടിച്ച് നേരെ പോകുമ്പോൾ ആദ്യം തന്നെ കണ്ടാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നേരം വൈകി, പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയിട്ട് വരാൻ നേരം വൈകി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവരന്വേഷിച്ച് വന്നതാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ശിർ യാ ഉമർ, അല്ലേ, ഉമറെ നീ സന്തോഷിക്കുക, സന്തോഷ വാർത്ത പറയാൻ പോകണം. അപ്പൊ ചോദിച്ചു, എന്താണ് എന്റെ പിന്നിൽ, എന്ത് പറയാനാണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ ദൃഢമായ വിശ്വാസത്തോട് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വിചാരം ഇത് പറഞ്ഞോട് കൂടി കൈയൊക്കെ കൊടുത്ത് മാഷാ അല്ലാഹ് ജസാക്കല്ലാഹ് ഖൈർ, നല്ല ഉഷാറായി, സന്തോഷമായി എന്ന് പറയുന്നതാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്
ഒറ്റ അടി കൊടുത്തു, നെഞ്ചത്ത് ഒരു തള്ളു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഖറർതു അലാ ഇസ്തി, ഞാൻ മൂടും കുത്തി വീണതാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ചെരുപ്പും പിടിച്ച് നബിയുടെ അടുക്കലേക്ക് നിന്ന് അബൂറുള്ളാഹ്, ഞാൻ ഈ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഉമറിനെ തള്ളിട്ടു അല്ലെ, നെഞ്ചത്ത് ഉന്തിയിട്ട് തള്ളിട്ടു എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കൽ പരാജയമായിട്ട് വന്നു. പിന്നിൽ തന്നെ ആരുണ്ട്? ഉമറുള്ളാഹ്. അപ്പൊ നബിസ്വല്ലല്ലാഹു മാലക്കെ ഉമർ എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഉമറുള്ളാഹിന് പറഞ്ഞ എന്താണ്? റസൂലെ ഈ പറഞ്ഞ എനിക്ക് പറ്റിയില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമായില്ലെന്നോ അല്ല അദ്ദേഹം പറഞ്ഞത്. ഈ ചെന്ന് പറയാൻ പോകുന്ന ആളുടെ കൂട്ടത്തില് യഥാർത്ഥ വിശ്വാസം ഉണ്ടാവും, മുനാഫിക്ക് ഉണ്ടാവും, ഇന്നലെ ഇസ്ലാമിക്ക് വന്ന ആറാബി ഉണ്ടാവും, ഇന്ന് മാത്രം ഇത് കേട്ട് നാളെ കച്ചവടത്തിന് പോകുന്ന ആൾക്കാരുണ്ടോ, എല്ലാവരും ഉണ്ടാവും അല്ലെ. സഹാബത്ത് മാത്രമല്ല സദസ്സിൽ പോയി പറയാൻ പോകുന്നിടത്തുണ്ടാകാം, യാ റസൂലല്ലാഹ് ദഅഹും ഖല്ലിഹിം യഅമലു, അവരെ അമല് ചെയ്തോട്ടെ, വലാ യസ്തകിലു, ഈ വാക്ക് കേട്ടിട്ട് ഞങ്ങളൊക്കെ ലാലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അമലൊന്നും ചെയ്യേണ്ട, സ്വർഗത്തിൽ പോകുന്ന കരുതി തെറ്റിദ്ധരിക്കാതെ അവരെ അമല് ചെയ്തോട്ടെ. അവൻ ഇസ്ലാം പറഞ്ഞത് ഫഖല്ലിഹിം, എങ്കിൽ അവരെ വിട്ടേക്കുക. എന്നിട്ട് പിന്നെ അബൂറുള്ളാഹു പിന്നീട് പറയണത്, ഞാൻ ഇൽമ് പൂഴ്ത്തി വെച്ചു എന്നുള്ള ഭയമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വഫാത്തിന്റെ കുറച്ച് മുമ്പാണ് ഈ സംഭവം പറയുന്നത്. അപ്പൊ ഈ ഹദീസ് ഉമറുള്ളാഹിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൗകാന ബഅദി നബിയൻ ലകാന ഉമർ, എന്റെ ശേഷം നബി ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഉമറുള്ളാഹിന്റെ പല ചിന്തകളും, ഉമറുള്ളാഹു പല അഭിപ്രായപ്പെട്ട പല അഭിപ്രായങ്ങളും വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തി വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് ആ ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. അപ്പൊ ഏതായിരുന്നാലും ഉമറുള്ളാഹിന്റെ ആ ഒരു ദീർഘവീക്ഷണത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അംഗീകരിക്കണം. പക്ഷേ ആ സംഭവം ഈ ഉമ്മത്തിനുള്ള വലിയ ഒരു സന്തോഷ വാർത്തയാണ്. പക്ഷേ അവിടുത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം എന്താണ്? മുസ്തൈഖിനൻ ബിഹാ, വെറുതെ ലായിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ചില വിവാഹത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകളെ പരസ്പരം കൂട്ടി വായിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മൻ ഖാല മുസ്തൈഖിനൻ ബിഹാ, വേറെ ഒരു ഹദീസിൽ മൂക്കിനൻ ബിഹാ കൽബു, വളരെ ഉറച്ച വിശ്വാസത്തോടെ മനസ്സിൽ ദൃഢമായി കൊണ്ട് അവൻ പറഞ്ഞതായിരിക്കണം. അപ്പൊ പിന്നെ അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വരും. ഇവിടെ യഖീൻ, വിശ്വാസത്തിലും കർമ്മത്തിലും തവക്കുലിലും എല്ലാം അള്ളാഹുവിനുള്ള മഹബത്തിലും പരീക്ഷണ ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിൽ വരെ വളരെ പ്രസക്തമാണ്, വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം അശ്രദ്ധമായ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരമില്ലാതാണ് അല്ലെ. അള്ളാഹിനോട് നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനയെ കുറിച്ച് അല്ലെ, അള്ളാഹു തരികയാണെങ്കിൽ തന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ അവനത് കിട്ടൂല. അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുന്ന പോലെ അല്ലെ. നമ്മളിപ്പോ ദുനിയാവിലെ ഒരു കാര്യം സാധിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ തന്നോന്നല്ല പറയുന്നത്. ഒരു സംഗതി നേടിയെടുക്കാൻ പരമാവധി നമ്മൾ ആവശ്യപ്പെട്ട് അതിന് നമ്മളോട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് ആ യക്കീനില്ലാത്തത്? അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനും ഏറ്റവും വിശാലമായ റഹ്മത്തുള്ളവനുമാണെന്നുള്ള ആ ഉറപ്പോട് കൂടി അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, അള്ളാഹുവിനെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോട് യക്കീനോട് കൂടി ആയിരിക്കണം. അങ്ങനെ ഖുതുബയിലെ പല സംഭവങ്ങളും അദ്ദേഹം ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരു മഹാന്മാരിൽപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ വളരെ പ്രയാസപ്പെട്ട് ഭക്ഷണമൊന്നുമില്ലാതെ വീട്ടിൽ പട്ടിണിയാണ്. അദ്ദേഹം ഇങ്ങനെ ഭാര്യ പറഞ്ഞു എന്തെങ്കിലും കുട്ടികൾ കഴിക്കാൻ വേണ്ടി കൊണ്ടിരുന്നു പറഞ്ഞിട്ട് ഒരു സഞ്ചിയും പിടിച്ച് അദ്ദേഹം പുറത്തിറങ്ങി. അങ്ങനെ കുറെ നടന്നു പോയപ്പോ എന്തോ ഒരു റൊട്ടി എന്തോ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ചെറിയ ദിനാർ ഉപയോഗിച്ചിട്ട് വാങ്ങി തിരിച്ചു വരുമ്പോ അവരെക്കാൾ പ്രയാസത്തിലുള്ള ഒരു യതീം, ഒരു ഉമ്മയും യതീം കുട്ടികളോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവർക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം വെറും കൈയോട് കൂടി തിരിച്ചു വരുമ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ് ഏതായാലും ഇപ്പൊ ഒന്ന് പട്ടിണിയാണ്. പക്ഷെ കയറി ചെല്ലുമ്പോ തന്നെ ഭാര്യ ഇത് കണ്ടിട്ട് എന്തെങ്കിലും കൊണ്ട് പറയണ്ടെന്ന് രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, പോകുന്ന സമയത്ത് ഈർച്ചപ്പൊടി എടുത്തിട്ട്, ഈർച്ചമില്ലുണ്ട് പോകുന്ന വഴിയിൽ, ആ പൊടി എടുത്തിട്ട് സഞ്ചിയിൽ നിറക്കുന്നതാണ്.
അങ്ങനെ വെറുതെ അതിങ്ങനെ കൊണ്ടുപോയി മുന്നിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹം തന്റെ സുന്നത്ത് നമസ്കാരത്തിനും ഇബാദത്തിനുമായിട്ട് അദ്ദേഹം അപ്പുറത്തെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ റൊട്ടിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ വിളിക്കണം. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കാറുണ്ട്, എവിടുന്നാണ് എനിക്കിതിന് മാവ് കിട്ടിയത്, എവിടുന്നാണ് പൊടി കിട്ടിയത്? അപ്പൊ ഭാര്യ അത്ഭുതത്തോട് ചോദിക്കാണ്, എന്തേ മനുഷ്യൻ ഞങ്ങൾക്ക് ഇത്ര മറവി സംഭവിച്ചു? നിങ്ങളിപ്പം കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് വെച്ചേ ആ പൊടിയിൽ നിന്ന് വെച്ചാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. ഒന്നും പറയാതെ തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആഖിറത്തിലെ കാര്യങ്ങൾ. ഇതാണ് യഖീൻ. നമുക്കത് കേട്ടാൽ ചിലപ്പോ നമ്മുടെ യഖീന്റെ കുറവ് കൊണ്ട് തന്നെ അത്ഭുതം തോന്നുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലെ, അള്ളാഹുവിന്റെ അജ്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് താനും കുടുംബവും പട്ടിണി കിടക്കുന്ന ആ ദിവസം ആ യതീം കുട്ടികൾക്ക് അദ്ദേഹം അത് കൊടുത്തത്. നീ ചെലവാക്കിയ അള്ളാഹ് എനിക്ക് ചെലവഴിക്കും, ഈ ഭക്തിപ്പിച്ച അള്ളാഹ് എന്നെ ഭക്തിപ്പിക്കും. അതിലൊക്കെ നല്ല യഖീനുള്ള ആളുകളാണ് ഈ ആളുകൾ. അതുകൊണ്ടാണ് അള്ളാഹു ഇത്തരം അത്ഭുത സംഭവങ്ങളിലൂടെ പോലും അവരെ സഹായിക്കുന്നത്. നമുക്ക് അതിൽ അത്ഭുതം തോന്നുന്നത് നമ്മുടെ യഖീന്റെ കുറവ് കൊണ്ടാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്നുള്ള ഉറപ്പ്, അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ കൈവിടൂല, അള്ളാഹു എന്നെ പായാക്കൂല, അള്ളാഹു എന്നെ ഒരിക്കലും നഷ്ടക്കാലപ്പെടുത്തൂല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ. ഈ യഖീന്റെ കാര്യത്തിൽ മുൻഗാമികൾ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്പിയാക്കളുടെ വിഷയം അതിനേക്കാൾ അത്ഭുതമാണ്. അമ്പിയാക്കളുടെ യഖീന്, അമ്പിയാക്കൾ എല്ലാ അമ്പിയാക്കളും അലൈഹിമുസ്സലാം ഏറ്റവും ഉറച്ച യഖീനുള്ള ആളുകളായിരുന്നു. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് എത്രത്തോളം ആവർത്തിക്കപ്പെട്ട ഒരു പ്രവാചകനില്ല എന്ന് ഇന്ന് ഖതീബ് അവർ പറഞ്ഞു അല്ലെ. ഏറ്റവും കൂടുതൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരെന്താ വരാത്തെന്ന്, കൂടുതൽ വരാത്തെന്നുള്ളത് ഒട്ടൻ ചോദ്യമാണ്. കാരണം എന്താ, ഈ ഖുർആൻ ഇറക്കപ്പെട്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഖുൽ യസ്അലൂനക അല്ലേ, അതൊക്കെ ആരോടാണ്? ഖുൽ യാ മുഹമ്മദ് യസ്അലൂനക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനത് മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്താ മുഹമ്മദ് സ്വല്ലല്ലാഹുവിന്റെ പേര് ആകെ ഒരു പ്രാവശ്യം മുതലുള്ളൂ. സാധാരണ നേരിട്ട് പറയുന്ന ആളെ പേരിട്ട് ഇങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് വരാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഖുർആനിലെ മുഴുവൻ സംഭാഷണം ആരോടാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറിയ കാലത്തെ സംഭവം അദ്ദേഹം പറഞ്ഞു അല്ലെ. സാധാരണ അമ്മക്ക് കുട്ടിന്റെ വിഷയത്തിൽ പേടി തോന്നിയാല് നെഞ്ചോട് അടുപ്പിച്ച് പിടിക്കലാണ് അല്ലെ, അല്ല ദൂരെ കൊണ്ടേക്കലല്ലോ. ഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി. അള്ളാഹ് പറഞ്ഞെന്താണ്? ഞാൻ മൂസയുടെ ഉമ്മാക്ക് മനസ്സിൽ ബോധനം കൊടുത്തു, നീ അവന് പാലൂട്ടുക, മുലയൂട്ടുക, അവന്റെ കാര്യത്തിൽ പേടി തോന്നിയാൽ നദിയിലേക്ക് ഇടുക. സാധാരണ പേടിയൊന്നും എന്താ ചെയ്യുന്നത്? കൂടുതൽ അടുപ്പിച്ച് പിടിക്കാണ്. പക്ഷെ ഫിറൗന്റെ പട്ടാളക്കാര് ഒരു കൊല്ലം ആൺകുട്ടികളെ കൊല്ലും, ഒരു കൊല്ലം ആൺകുട്ടികളെ വിടുന്ന് പറഞ്ഞ് അതനുസരിച്ച് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ജനിച്ച വർഷം ആൺകുട്ടികളെ കൊല്ലാൻ ഉത്തരവില്ലാത്ത വർഷവും 2 കൊല്ലം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച വർഷം ആൺകുട്ടികളെ 3-ാം കൊല്ലം അത് കൊന്നുകളയാനുള്ള വർഷമായിരുന്നു. പട്ടാളക്കാർ വരുന്നു കണ്ടാൽ എന്താ പറയുക? ഒരു പെട്ടീന്റെ ഉള്ളിലാക്കിയിട്ട് നദിയിലേക്ക് ഇടാനാണ് പറഞ്ഞത്. വലാ തഖാഫി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. ഒരിക്കലും ഭയപ്പെടേണ്ട, മൂസയെ ഞാൻ നിനക്ക് തിരിച്ചു തരും, അവനെ ഞാൻ പ്രവാചകനാക്കും. ആ മഹദി ഏറ്റവും ഉറച്ച യഖീനോടുകൂടി അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്തു. പിന്നെന്താ ഉണ്ടായത്? ആരെ കയ്യിലാ കിട്ടിയത്? ആരാണോ വലിയ ശത്രു, ആരാണോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ശത്രു, ആ ഫിറൗന്റെ
കുടുംബം കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മുന്നിട്ടാണ് വരുന്നത് അല്ലെ. കൊന്നു കളയണമെന്ന് പറയുമ്പോൾ അവര് പറയണത് വേണ്ട അല്ലെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം കണ്ടാല് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നതാണ് അല്ലെ. അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി അല്ലെ. ഖുർആനിൽ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രത്യേക സ്നേഹം നിന്റെ മേലിട്ട് തന്നു. മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടാൽ തന്നെ എല്ലാവർക്കും സ്നേഹം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. എന്റെ പ്രത്യേകമായ നോട്ടത്തിൽ നിന്നെ വളർത്താൻ ഒരു പ്രത്യേക സ്നേഹം ഞാൻ എന്റെ മേലിട്ട് തന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നത് ഫിറൗന്റെ കൊട്ടാരത്തിലാണ്. ഏതൊരാളാണോ ആ ആധിപത്യത്തെ അവസാനിപ്പിക്കാൻ വിമോചകനായി വരുന്നത് ആ ആള് തന്നെ തന്റെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ വളരാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹറംന അലൈഹിൽ മറാദിഅ പാലുകൊടുക്കുന്ന സ്ത്രീകളൊക്കെ ഹറാമാക്കിയാണ്. ഹറാമാക്കി പറഞ്ഞാല് ആര് പാല് കൊടുത്താലും മൂസാ നബി കുടിക്കൂല. അവസാനം കുട്ടി കരയാൻ തുടങ്ങി, ഇവർക്കാകെ ബേജാറായി. അപ്പോ മൂസയുടെ വിവരം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പെങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. പെങ്ങൾ ഇവനെ ചെല്ലുന്ന ഒരു അറിയാത്ത ആളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവര് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന വിഷയത്തിലൊക്കെ അറിയപ്പെട്ട ആളുകളാണ്. അവർ ഈ കാര്യം നല്ല ഗുണകാംക്ഷയോട് ചെയ്യും. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പാല് കൊടുക്കുന്നു. അതിന് കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം കിട്ടുന്നു അല്ലെ. ഇതാണ് ഇന്നാ റാദ്ദൂഹു ഇലൈകി. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു നടപ്പിലാക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൂടി ആ കാര്യത്തിന് വരവേൽപ്പിച്ച് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം, അത്ഭുതകരമായ സഹായം. പക്ഷെ ആ യഖീനില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് തുടക്കത്തിൽ തന്നെ അത് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ച യഖീനോട് കൂടി ആയിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിയര് പിന്നിൽ ഫിറൗനും സൈന്യവും മുന്നിൽ ചെങ്കടലും. ഇസ്രായേലിൽ പറഞ്ഞത് നമ്മളെ കഥ കഴിഞ്ഞു, ഇന്നാ അലമുദ്റക്കൂ, നമ്മളെ കഥ കഴിഞ്ഞു, നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, ലാന്നല്ല പറഞ്ഞത്, കല്ലാ ഒരിക്കലുമില്ല, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് മാർഗം കാണിക്കും അല്ലെ. ഫൗഹൈനാ ഇലാ മൂസാ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. ആ വടി കൊണ്ട് വെറുതെ കടലിലടിക്കാൻ പറഞ്ഞു. രണ്ട് ഭാഗമായിട്ട് മാറിയിരുന്നു, രണ്ട് പർവ്വത സമാനം അത് മാറിയിരുന്നു. അങ്ങനെ ഒരു നടന്നു പോകാൻ പാകത്തിലുള്ള ഒരു മാർഗം അള്ളാഹു കൊടുത്തു. അവസാനത്തെ ഇസ്രായേലിനും രക്ഷപ്പെട്ട ശേഷം ഫിറൗനും കൂട്ടരും ഇറങ്ങി. അവസാനത്തെ ഫിറൗന്റെ സൈനികനും അതിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹു കടലിനോട് മടങ്ങാൻ പറഞ്ഞു, അവരെ മുത്തിക്കൊന്നതാണ്. അപ്പൊ ആ യഖീൻ, അമ്പിയാക്കൾക്ക് ഏറ്റവും കൂടുതൽ യഖീൻ ഉണ്ടാകുന്നപ്പോഴാണ് പരീക്ഷണത്തിന്റെ തീച്ചുളയിലാണ്. വേറെ ആളുകൾക്കൊക്കെ യഖീൻ കുറയുന്ന സമയത്താണ് അമ്പിയാക്കൾക്ക് ഏറ്റവും കൂടുതൽ യഖീൻ ഉണ്ട്. അതുകൊണ്ടാണ് നബിയുടെ സംഭവം അദ്ദേഹം പറഞ്ഞു, നബിയുടെ ജീവിതത്തിലും ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോ നബി പറഞ്ഞെന്താണ്, അള്ളാഹു ഇതിന് മാർഗം കാണിക്കും. ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ കേട്ടു നബി ആ പരീക്ഷണ ഘട്ടത്തിലൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയോട് കൂടി പറയുന്ന വാക്കുകൾ. അപ്പൊ ഈ ഉറച്ച വിശ്വാസം, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള ദൃഢവിശ്വാസം, ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ അടിത്തറയായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിലും പറയാറുണ്ട് ഈ യഖീൻ അല്ലെ. യഖീൻ ഇല്ലാത്ത ഒരു വിശ്വാസം കൊണ്ടൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂഖിനൻ ബിഹാ എന്ന് പറയാൻ കാരണം. യഖീനോട് കൂടി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുള്ളൂ, പ്രസക്തിയുള്ളൂ. കഴിഞ്ഞ മുൻകാല സമുദായങ്ങളിലും അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിലും സംഭവിച്ച ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും അതിൽ ഉറച്ചുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം ഈ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുത്തുബയിൽ കേൾപ്പിച്ചു. പലതും നമ്മൾ കേട്ട ചരിത്രങ്ങളും കേൾക്കാത്ത ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ആശയം, ഇന്നത്തെ കുത്തുബയുടെ ഏറ്റവും വലിയ ആശയം ഈ യഖീൻ ഉണ്ടാക്കിയെടുക്കാൻ, അത് ഈമാനിലൂടെ അതുപോലെ തന്നെ അതിന് അള്ളാഹുവിനോട് കൂടുതൽ ദുആ ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിന് വേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ മനസ്സിലുണ്ടാക്കി എടുത്തുകൊണ്ടൊക്കെ
നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു പ്രാർത്ഥിക്കണം. അള്ളാഹു ഉറച്ച യഖീൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയവും അനുബന്ധമായിട്ട് പറയാണ് 7 ഷർത്തുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാകണമെങ്കിൽ 7 ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് എന്ത്? ഒന്നാമത്തത് യഖീൻ, ദൃഢവിശ്വാസം. അതാണ് നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസ്തേജനം ബിഹാ ദഖൽ ജന്ന എന്ന് പറയും. രണ്ടാമത്തെ ഇൽമ്, അറിവോട് കൂടിയായിരിക്കണം. അറിയാതെ അങ്ങനെ പറയില്ല. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം. മൂന്നാമത്തത് ഖബൂൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം പറയുന്നത്. നാലാമത്തത് അൽ ഇൻഖിയാദ്, അഥവാ കീഴൊതുങ്ങൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൽപ്പനകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? കീഴൊതുങ്ങണം. അല്ലെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ്, പക്ഷെ അവിടെ അത് തേടുന്ന അല്ലെങ്കിൽ അതിന്റെ തേട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അതിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുക, അല്ലെങ്കിൽ അത് പറയുന്നതോടുകൂടി തന്നെ ശിർക്ക് ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ലാതെ അതിന്റെ തേട്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടാണ് കീഴുന്നത്. അഞ്ചാമത് അതിനോട് മഹബത്ത് ഉണ്ടായിരിക്കൽ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അതിയായ മഹബത്ത് ഉണ്ടായിരിക്കണം. കാരണം 7 ആകാശങ്ങളിലുള്ള എല്ലാം അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞതാണ് 7 ആകാശങ്ങളിലൊക്കെ അള്ളാഹു ഒഴികെ എല്ലാം ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും കൂടുതൽ കാണിച്ചു പോവുക. അതുപോലെ തന്നെ ആറാമത്തത് സിദ്ഖ്, സത്യസന്ധമായിരിക്കണം. മുനാഫിക്കുകൾ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിന് ഉള്ളില് കുഫറും പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാലോ അതുകൊണ്ട് കാര്യമില്ല. അത് ലാഹിർ കൊണ്ട് ബാഹ്യമായിട്ട് മുസ്ലിം ആകുമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു കാര്യമില്ല. ഏഴാമത്തത് ഇഖ്ലാസ്, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നുള്ള ആ നിൽക്കാണെങ്കിലോ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് 2 ലോകത്തിൽ രക്ഷപ്പെടാനുള്ള ആ ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞായിരിക്കണം. ഇത് ഈ 7 ഷർത്തുകൾക്ക് പണ്ഡിതന്മാര് ഓരോന്നിനും തെളിവുകളും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ടാം കലിമക്ക് അല്ലെ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ്, ആ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകളാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ യഖീനാണ് ഇനി നമ്മളെ ഖുതുബയുടെ വിഷയം. അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ടാം കലിമയുടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ റസൂലായിട്ട് അംഗീകരിച്ചു എന്നതിന് 4 ഷർത്തുകൾ അതിന് കൂടെ തന്നെ അഖീദയുടെ പണ്ഡിതന്മാര് പറയാറുണ്ട്. ഒന്ന് എന്താണ്? തസ്ദീഖുഹു ഫീമാ അഖ്ബർ, താഅതുഹു ഫീമാ അമർ, വജ്തിനാബു മാ നഹാ വസജർ, വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഒന്നാമത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കൽ. അതിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ഹിക്മത്ത് എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് ഉറച്ചു വിശ്വസിക്കൽ. കാരണം അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശ്വാസം ഉണ്ടായ പിന്നെ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കലാണെന്ത് ഇന്നത്തെ വിശ്വാസത്തിന്റെ കടമ. രണ്ടാമത്തത് താഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾക്ക് കീഴൊതുങ്ങൽ, അത് അനുസരിക്കൽ. മൂന്നാമത്തത് ഇജ്തിനാബു മാ നഹാ വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ. നാലാമത്തത് വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹിനെ ആരാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ ആയിരിക്കും. നമുക്ക് തോന്നിയ പോലെ ആരാധിക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. കാരണം അള്ളാഹുവിന്റെ മുറാദും തൃപ്തിയും വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതനുസരിച്ചാണ് നമുക്ക് അറിയിക്കുന്നത്. ഇത് ചുരുക്കത്തിന് അനുബന്ധമായിട്ട് പറഞ്ഞാണ്. അതിനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഷർത്താണ് എന്ത്? യഖീന്. അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ യഖീൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഖീന് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ഈമാനിന്റെ ആ മാധുര്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി നമ്മൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ കുട്ടികൾ നമ്മൾ പറഞ്ഞ പോലെ 3 രീതിയിൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞില്ലേ. ഒന്നുകിൽ ചോദിച്ചത് തരും, അല്ലെങ്കിൽ വേറൊരു മുസീബത്ത് ഇങ്ങോട്ട് വരുന്നത് തടയപ്പെടും, അല്ലെങ്കിൽ വലിയ ഒരു അമലായിക്കൊണ്ട് അദ്വാഹുൽ ഇബാദ, വലിയ ഇബാദത്താണ്, അത് വലിയ ഹസനാത്തിലൂടെ കൂട്ടങ്ങളായ പരലോകത്ത് നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും.
അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല, പ്രതീക്ഷ മാത്രം ഉണ്ടാകാൻ പാടില്ല, ഉറച്ച യഖീനോട് കൂടി അല്ലേ. വിശ്വാസം പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യരുത്, ദാവത്തു ഫലം ഇസ്തജബലി അല്ലേ, നിങ്ങൾ ധൃതി കൂട്ടരുത്, ഞാൻ കുറെ ദ്വാരം നിങ്ങൾക്ക് കിട്ടിയില്ല, ഞാൻ കുറെ പ്രാർത്ഥിച്ചും ഉത്തരം കിട്ടിയില്ല എന്ന് പറയരുത്. കാരണം എന്താണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉറച്ച മനസ്സിൽ ദൃഢവിശ്വാസവും വിചാരിക്കും നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന് ഉദ്ദേശിച്ചവരാണെങ്കിൽ പുറത്തു തരാന്ന് പറയാൻ പാടില്ല, അള്ളാഹു മുസ്ലിം തന്നെ പറയണം. അതുപോലെ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുൽഹിന ബിദ്ദുആ, അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, ഈ വിശ്വാസത്തിൽ അചഞ്ചലമായ യഖീൻ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇത്തരം കാലഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ ശുബ്ഹാത്തും ശഹവാത്തും രണ്ടും പ്രചരിപ്പിക്കപ്പെടുന്ന കാലമാണ് ഇപ്പോൾ അല്ലെ. എല്ലാ മീഡിയകളിലൂടെയും, അത് പത്രമാധ്യമങ്ങളായാലും വാർത്താ മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ സാമൂഹ്യ സോഷ്യൽ നെറ്റ്വർക്കുകളായാലും എല്ലാ മീഡിയകളിലും ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും ദീനിന്റെ അടിസ്ഥാന ആശയങ്ങളെ കുറിച്ചൊക്കെ വിശ്വാസം ഉണ്ടാക്കുന്ന, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാത്ത ആളുകൾ ആ സംഗതി വെറുതെ അതിന്റെ പിന്നാലെ പോയി അത് തുറന്നു നോക്കി അതെന്താ പറയുന്നത് നോക്കി നമ്മുടെ മനസ്സിലേക്ക് വെറുതെ ശുബ്ഹാത്തുകൾ വിശ്വാസികൾ കടത്താതിരിക്കുക. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ യഖീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സംശയങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്നാൽ അത്തരം ആളുകൾക്ക് സംശയം തീർത്തു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എല്ലാവരും എല്ലാ ശുബ്ഹാത്തുകളും ഇങ്ങനെ തുറന്നു നോക്കി, പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണെന്ത്, അനാവശ്യമായ സംശയങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വെറുതെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യരുത്, ഈമാനിൽ ദുർബലത ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ അതിന് മറുപടി പറയേണ്ട ആ സന്ദർഭം വരുമ്പം അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും അതിന് നമ്മോട് സാധിക്കുന്ന രീതിയിൽ എഴുത്തിലൂടെ ആണെങ്കിൽ എഴുത്തിലൂടെ, വാക്കിലൂടെ ആണെങ്കിൽ വാക്കിലൂടെ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലൂടെ ആണെങ്കിൽ അതിലൂടെയൊക്കെ കൃത്യമായ മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്ന ആളുകൾ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി പറയിപ്പിക്കുക. അല്ലാതെ വെറുതെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇത്തരം ഫിത്നകൾ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാൻ സംരക്ഷിച്ചിട്ട് മതി നമ്മൾ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കല്. ആളുകൾ പലതും പല തിരക്കിന്റെയും ബഹളത്തിന്റെ ഇടയിൽ ഇങ്ങനെ എല്ലാത്തിനും തലയിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ കൃത്യമായി അടിസ്ഥാന ഉസൂലുകൾ, ദീനിന്റെ അടിത്തറകളിൽ കൃത്യമായ പഠനവും അതുപോലെ തന്നെ ചിന്തയും യഖീനും ഉണ്ടാക്കിയെടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനൊക്കെ ഉപരിയായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സദ്ദിദ് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സദ്ദിദ് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സദ്ദിദ് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ വളരെ ഉറച്ച വിശ്വാസവും ദൃഢവിശ്വാസവും യഖീനും ഈമാനിൽ സംശയമില്ലാതെ ഉറച്ച വിശ്വാസത്തോടു കൂടി അവസാന മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് അല്ലാഹു കുമാറാകട്ടെ. നാളെ പരലോകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഗ്ഫിർ ലിൽ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا. صلى الله وسلم على نبينا محمد وعلى اله